ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പ് കേസിൽ പ്രതികളായ ഉടമകൾക്കെതിരെയുള്ള തിരച്ചിൽ ഊർജിതമാക്കി അന്വേഷണ സംഘം. കേസിൽ ഹൈറിച്ച് ഉടമകളുടെ 203 കോടി രൂപയുടെ സ്വത്തുക്കൾ ഇഡി മരവിപ്പിച്ചിരുന്നു. പ്രതികളെ തേടി അന്വേഷണ സംഘം വീട്ടിലെത്തിയപ്പോൾ വിവരം നേരത്തെ മനസ്സിലാക്കി കടന്നുകളയുകയായിരുന്നു. 1330 കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് കേസിലെ പ്രതികളായ ഹൈറിച്ച് കമ്പനി ഉടമകളായ ദമ്പതികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ വെട്ടിച്ച് കഴിഞ്ഞ ദിവസമാണ് കടന്നു കളഞ്ഞത്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ KD പ്രതാപൻ, ഭാര്യയും സിഇഒയുമായ ശ്രീന എന്നിവരാണ് കഴിഞ്ഞ ദിവസം വീട്ടിൽ ഇഡി റെയ്ഡിനെത്തുന്നത് തൊട്ടുമുമ്പ് ജീപ്പിൽ ഡ്രൈവർക്കൊപ്പം രക്ഷപ്പെട്ടത്. ഹൈറിച്ച് ദമ്പതിമാർ 1330 കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന പോലീസ് റിപ്പോർട്ട്. ഹൈറിച്ചിൻ്റേത് കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണെന്നാണ് പോലീസ് പറയുന്നത്. 1,63,000 ഉപഭോക്താക്കളിൽ നിന്നാണ് സ്ഥാപനം പണം തട്ടിയത്. ഓൺലൈൻ വ്യാപാരത്തിൻ്റെ പേരിൽ മണി ചെയിൻ നടത്തി നിയമപരമല്ലാത്ത നിക്ഷേപം സ്വീകരിച്ചെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം വഴിയാണ് ഈ വമ്പൻ നികുതി വെട്ടിപ്പ് നടത്തിയത്. ഓൺലൈൻ ട്രേഡിങ്ങിൻ്റെ പേരിലാണ് മണി ചെയിൻ തട്ടിപ്പ് നടന്നത്. ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള പേരുകളിൽ വലിയ തോതിൽ ലാഭം വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്നാണ് കേസ്. സ്ഥാപനത്തിൻ്റെ MD തൃശൂർ ചേർപ്പ് സ്വദേശി KD പ്രതാപനെ അറസ്റ്റ് ചെയ്തിരുന്നു. സംസ്ഥാന GSTയുടെ കാസർഗോഡ് ഇൻ്റലിജൻസ് വിഭാഗമാണ് ഇയാളെ പിടികൂടിയത്. സ്ഥാപനത്തിൻ്റെ ഓൺലൈൻ പരസ്യങ്ങളിൽ സംശയം തോന്നിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് പുറത്തായത്. ഈ കേസിൽ പ്രതാപൻ ജാമ്യത്തിലിറങ്ങിയിരുന്നു. ഹൈറിച്ച് കമ്പനിക്ക് കേരളത്തിലാകെ 78 ശാഖകളും ഇന്ത്യയിലൊട്ടാകെ 680 ശാഖകളുമുണ്ടെന്ന് പോലീസ് റിപ്പോർട്ടിലുണ്ട്. ക്രിപ്റ്റോ കറൻസി ഇടപാട് 80 വിദേശ രാജ്യങ്ങളിൽ നടത്തിയിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. മുൻകൂർ ജാമ്യത്തിനായി പ്രതികൾ കലൂരിലെ PMLA കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കൈരളി ന്യൂസ്, കൊച്ചി.